Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. It's a great joy and honor to be with you today. ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുന്ന എനിക്ക് വളരെ സന്തോഷവാനാണ് ഞാൻ. You are important for us. ഞങ്ങൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. And as a leader of Indian Evangelical Team, I want to tell you, we love you, we honor you, and we pray for you regularly. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ലീഡർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. We call this as a family, Jesus family. ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് ജീസസ് ഫാമിലി എന്നാണ്. Why do we call it as a family? എന്തുകൊണ്ടാണ് ഇതിനെ ഒരു കുടുംബം എന്ന് വിളിക്കുന്നത്? Because you are part of our family, you are our brother and our sister. നിങ്ങൾ എല്ലാവരും ഈ വലിയ കുടുംബത്തിന്റെ അംഗങ്ങളാകുന്നു. It's together we are bringing smiles into the life of thousands of people. നാം ഒരുമിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിരിയുവാൻ കാരണമാകുന്നു. And so I want to thank you today for your prayers and your generosity. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹായത്തിനും സഹകരണത്തിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. As I said before, we pray regularly for you. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിക്കും. But if you have a specific prayer request, എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, you have a challenge or a crisis in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ, or maybe your children are going to face exam in the coming months, വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും എക്സാമുകളിൽ നിങ്ങൾ എഴുതുന്നെങ്കിൽ, or maybe your children are getting married, നിങ്ങളുടെ മക്കൾ വിവാഹിതരാകാൻ പോകുന്നെങ്കിൽ, there might be lot of things that you want to be prayed for. നിങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതായ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, don't worry, we are here to pray for you. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. Call us on these numbers that you see here. താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. We promise you for next 30 days, every day we will pray for you and for your needs. അടുത്ത 30 ദിവസം നിങ്ങൾക്കായി, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. And together we will see the doing of the Lord in our life. അങ്ങനെ നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. This is the day that the Lord has made and we will rejoice. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് നാം ആനന്ദിച്ച് സന്തോഷിക്കും. I say this every time, no matter where I am, no matter where I'm preaching, whether it is in YouTube, whether it is in video, whether it is in a church, I always say this. ഞാൻ എവിടെയായിരുന്നാലും, ഞാൻ ഇവൻ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും, ഞാൻ യൂട്യൂബിൽ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും, സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും, ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ ഒക്കെയും ഞാൻ ഇത് വിളിച്ചു പറയുന്നു. Why do I say this? ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? Because I have experienced it in my life. ഞാൻ ഇതെന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. You know, once I was in a challenging situation. ഞാൻ ഒരിക്കൽ വളരെയധികം പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ ഒരു സമയത്ത്, and then I heard a voice. ഞാൻ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. God said to me like this. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, Son, this is the day that I have made for you and you will rejoice. മകനെ, ഇത് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ദിവസമാകുന്നു, അതുകൊണ്ട് നീ സന്തോഷിക്കുക. I said, God, today I'm in challenges. I'm going to see some defeat in my life. I cannot rejoice. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ വളരെയധികം പ്രതികൂലത്തിലായിരിക്കുന്നു, ഞാൻ പരാജയം നേരിടുകയാണ്, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? But God said, I have made this day for you, no matter what you're going through, but today I will give you a reason to rejoice. ദൈവത്തിന്റെ ആത്മാവനോട് ഇങ്ങനെ പറഞ്ഞു, നീ പ്രതികൂലത്തിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, എന്നാൽ നിനക്ക് വിജയിക്കുവാനുള്ള, നിനക്കിതിനെ മറികടക്കുവാനുള്ള ഒരു അനുഗ്രഹത്തെ ഞാൻ നൽകുന്നു. I understood one thing. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. Who is my God? ആരാണ് എന്റെ ദൈവം? He will turn my defeats into victory. എന്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം. He will turn my sickness into healing. അവിടുന്ന് എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ്. So every morning now I say like this. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ പറയുന്നു, no matter what situation I am in, ഞാൻ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. I shout aloud and say, this is the day that the Lord has made and I will rejoice. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നത് യഹോവ ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് ഞാൻ ആനന്ദിച്ച് സന്തോഷിക്കും. My brother, my sister, എന്റെ പ്രിയ സഹോദര സഹോദരി, you might be facing situations in your life today. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി. But I want to tell you, when you will shout aloud the promises of God, God is going to give you reason
reasons to rejoice. നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുന്നെങ്കിൽ, നിങ്ങൾ അതിനെ അവകാശമാക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള മാർഗങ്ങളെ കർത്താവ് നൽകി തരും. Last 2-3 weeks we have been studying from the book of Judges chapter 13. കഴിഞ്ഞ 3-4 ആഴ്ച ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കുകയായിരുന്നു. And today I'm going to close this chapter. ഇന്ന് ഈ വചനത്തിൽ നിന്ന് അവസാനമായി ഞാൻ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. So in the first message we saw that there was a family, Manoah and his wife, they were living under captivity or bondage. ഒന്നാമത്തെ സന്ദേശത്തിൽ അടിമത്തത്തിൽ ജീവിക്കുന്ന മനോഹയുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് കാണുവാനിടയായി. For 40 years this family is under the captivity of Philistines. 40 വർഷത്തോളം ഈ കുടുംബം ഫെലിസ്ത്യരുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു. Number 2, they are living in a town called Zorah, which means leprosy or curse. രണ്ടാമതായിട്ട് അവര് താമസിക്കുന്ന പട്ടണത്തിന്റെ പേര് സോറ എന്നാണ്. And number 3, they do not have children, they are fruitless in their life. മൂന്നാമതായിട്ട് അവർക്ക് മക്കളില്ലായിരുന്നു. It's a miserable life. ഇത് വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. But then we learn that God had visited them. പിന്നീട് നാം കാണുന്നത് സ്വർഗത്തിൽ ദൈവം അവരെ സന്ദർശിക്കുന്നതായിട്ടാണ്. And the angel of the Lord came and gave a message to Manoah's wife and said that you will become a mother. I'm going to take away your barrenness and I'm going to make you fruitful. മനോഹയുടെ ഭാര്യയുടെ അടുത്ത് യഹോവയുടെ ദൂതൻ എത്തിയിട്ട് അവൾ ഒരു മകനെ പ്രസവിക്കുമെന്നും അവളുടെ വന്ധ്യത എടുത്തു കളയുമെന്നും അവൾ ഒരു മകനെ പ്രസവിക്കുമെന്നും അരുളി ചെയ്യുന്നു. And then God said, if you want this blessing, you got to follow a condition that you got to be holy and clean in the presence of God. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ വിശുദ്ധമായിരിക്കണം, അശുദ്ധമായതൊന്നും ചെയ്യരുത്, അശുദ്ധമായതൊന്നും തുടരുത് എന്ന് പറയുന്നു. Then we saw that Manoah and his wife both, they are speaking words of faith and they are believing in the promises of God. പിന്നീട് നാം കാണുന്നത് മനോഹയും ഭാര്യയും ഒരുമിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതും അവർ അനുഗ്രഹം പ്രാപിക്കുന്നതുമാണ്. And then we saw that Manoah and his wife both have an excitement or eagerness to be in the presence of God. പിന്നീട് നാം കാണുന്നത് മനോഹയും ഭാര്യയും യഹോവയുടെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാനായി വളരെ തിടുക്കമുള്ളവരായി അവര് കാണപ്പെടുന്നു. And then finally what we saw is Manoah is not leaning upon his wisdom, his understanding, but he is praying to God and saying, God, teach me the way I got to raise up this child. അവസാനമായി നാം കണ്ടത് മനോഹ തന്റെ വിവേകത്തിൽ, തന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന മകനെ വളർത്തേണ്ടതിനായിട്ടുള്ള ജ്ഞാനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുമാണ്. And Manoah also prayed for a personal encounter. അവിടെ നാം പിന്നീട് കാണുന്നത് മനോഹ തന്റെ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നു. Now let's go to verse 15. ഇന്ന് നമുക്ക് 15-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Then Manoah said to the angel of the Lord, മനോഹ യഹോവയുടെ ദൂതനോട് പറഞ്ഞത്, please let us stay back and we will prepare a young goat for you. ഞങ്ങൾ ഒരു കോലാട്ടിൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണം. I love these words. ഈ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. You know, Manoah and his wife, after receiving this blessing, after receiving this promise from God, they did not shake hand and say goodbye to this man of God. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ശേഷം മനോഹയും ഭാര്യയും ദൈവത്തിന്റെ ദൂതനോട് കൈകൊടുത്തുകൊണ്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞില്ല. They did not wait to honor him till they received the fulfillment of the promise. ആ വാഗ്ദത്തം പ്രാപിക്കുന്നതുവരെ അവർ കാത്തിരുന്നതും അവർ അതിനുവേണ്ടി കാത്തിരുന്നതുമില്ല. But what are they doing here? ഇപ്പോൾ അവരിവിടെ എന്താണ് ചെയ്യുന്നത്? They are honoring the man of God who has visited their house. അവരെ സന്ദർശിച്ച ദൈവത്തിന്റെ ദൂതനെ അവർ ബഹുമാനിക്കുന്നു. They are saying to the angel like this. ആ ദൈവത്തിന്റെ ദൂതനോട് അവരിങ്ങനെ പറയുന്നു, please stay back. നിങ്ങൾ ഇവിടെ താമസിക്കുക. We are going to honor you and we will prepare a young goat for you. ഞങ്ങൾ നിനക്കായി ഒരു കോലാട്ടിൻ കുട്ടിയെ അറുത്ത് നൽകുന്നതാണ്. Manoah is teaching us a lesson here. മനോഹ ഇവിടെ നമുക്ക് ഒരു ഉപദേശം നൽകുകയാണ്. If we want to be blessed people, we got to know how to honor men and women of God. നാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ വേലക്കാരെ നാം
നാം മാനിക്കേണ്ടത് ആവശ്യമാണ്. When they visit our house, when they visit our family, they are not coming to be blessed, but they come into our house to bless us. അവര് നമ്മുടെ ഭവനം സന്ദർശിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, നമ്മെ അനുഗ്രഹിക്കുവാൻ കൂടിയാണ് അവർ എത്തിച്ചേരുന്നത്. They are not coming to waste our time. They are not coming to take time away from our busy schedule, but they come in so that we will receive the blessings of God in our life. അവർ നമ്മുടെ സമയം കളയുവാനായിട്ട് വരുന്നവരല്ല, അവർ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി വരുന്നവരാണ്. And now what is Manoha giving? ഇവിടെ എന്താണ് മനോഹ നൽകുന്നത്? Manoha is saying, we will prepare a young goat. മനോഹ പറയുകയാണ്, ഞങ്ങൾ ഒരു കോലാട്ടിൻ കുട്ടിയെ നിനക്ക് വേണ്ടി പാകം ചെയ്യാം. He's saying, no. He's not saying, I'll prepare a goat for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു ആടിനെ പാകം ചെയ്യാമെന്നല്ല പറയുന്നത്. No, he's saying, I'll prepare a young goat. ഞാൻ നിനക്ക് വേണ്ടി ഒരു കോലാട്ടിൻ കുട്ടിയെ പാകം ചെയ്യാമെന്നാണ് പറയുന്നത്. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? I'm going to give you the best from what I have. എനിക്കുള്ളതിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് ഞാൻ നിനക്ക് നൽകാമെന്നാണ് പറയുന്നത്. I'm not going to pick up any goat. ഏതെങ്കിലും ഒരു ആടിനെ നൽകാമെന്നല്ല. I'm not going to pick a sick and dying goat. ഏതെങ്കിലും രോഗം പിടിച്ച ഒരു ആടിനെ നൽകാമെന്നല്ല. I'm not going to pick an old goat. ഞാൻ ഏതെങ്കിലും പ്രായം ചെന്ന ഒരു ആടിനെ നൽകാമെന്നല്ല. No, but I know how to honor a man of God. എനിക്കറിയാം ഒരു ദൈവദാസനെ എങ്ങനെ, ഒരു ദൈവപുരുഷനെ മാനിക്കണമെന്ന്. So when I'm going to give it to God, I'm going to give the best from what I have. ഞാൻ ദൈവത്തിന് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായത് മാത്രമായിരിക്കും നൽകുന്നത്. My brothers and sisters, എന്റെ പ്രിയ സഹോദര സഹോദരി, listen to me very carefully എന്റെ now. വാക്കുകളെ ശ്രദ്ധിച്ചാൽ, If you are giving to God, നിങ്ങൾ ദൈവത്തിന് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ you got to give the best that you have. നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകുക. When you will give the best to God, God will give you the very best. നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകുകയാണെങ്കിൽ ദൈവവും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നൽകും. 2 Kings chapter 4. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. We read a story about the lady of Shunammite. ശൂനേംകാരത്തി സ്ത്രീയെ കുറിച്ച് നാം വായിക്കുന്നു. We read that Elisha used to pass by her house. അവിടെ നാം വായിക്കുന്നത് അവളുടെ വീടിന്റെ അടുത്തുകൂടി എലീശ പ്രവാചകൻ പോകുമായിരുന്നു എന്നാണ്. And whenever he passed by that place, she would force him to come in and have food there. എപ്പോഴൊക്കെ അതുവഴി എലീശ പ്രവാചകൻ പോയോ അപ്പോഴൊക്കെയും അവളുടെ വീട്ടിലേക്ക് അവൾ ആഹാരത്തിനായിട്ട് ക്ഷണിച്ചു. She would not just say please come, but she would force him to come and have food here. വീട്ടിലേക്ക് ക്ഷണിക്കുകയല്ല, നിർബന്ധിക്കുകയായിരുന്നു വീട്ടിലേക്ക് ചെല്ലുവാൻ. What is she trying to do? അവിടെ എന്താണ് അവൾ ചെയ്യുവാൻ ആഗ്രഹിച്ചത്? She's saying, I'm going to honor a man of God. ഞാൻ ദൈവപുരുഷനെ ഞാൻ ബഹുമാനിക്കുവാൻ മാനിക്കുവാൻ പോകുന്നു. And then she said to her husband like this. അവൾ അതിനുശേഷം ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, I know that this is a holy man of God. ഇത് ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് അവൾ തന്റെ ഭർത്താവിനോട്. Now let me say something which is not part of this message, but let me just connect it here. ഈ സന്ദേശത്തിന്റെ ഭാഗമല്ലെങ്കിലും ഞാൻ ചിലത് പറയട്ടെ. We got to honor holy men and women of God. യഥാർത്ഥ ദൈവദാസന്മാരെ മാനിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. And so she said to her husband like this. അവളുടെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, let us make a room for him. ഈ ദൈവപുരുഷന് വേണ്ടി നമുക്ക് ഒരു മുറി ഉണ്ടാക്കാം. Let us put all the furnitures there. അവിടെ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ നമുക്ക് വെക്കണം. She's making the best one for this man of God. ദൈവപുരുഷന് വേണ്ടി ഏറ്റവും നല്ലത് അവൾ ഒരുക്കി വെച്ചു. She's making a brand new room for him. ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു മുറി ദൈവപുരുഷന് വേണ്ടി ഒരുക്കി. Manoha is saying, I'm going to give the very best to God. മനോഹ ഇവിടെ ചിന്തിക്കുകയാണ്, ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. So in both the stories, what we see, when they gave the best, they received the best in their life. ഈ രണ്ട് സംഭവത്തിലും നാം കാണുന്നത് എന്താണ്? ഏറ്റവും നല്ലത് അവർ ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവത്തിൽ നിന്ന് ഏറ്റവും നല്ല അനുഗ്രഹം അവരും പ്രാപിച്ചു. Let us learn from their lives that now onwards, whenever we give to God, we will give the very best. ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കും മനസ്സിലാക്കിക്കൊണ്ട് ഇനി നാം ദൈവത്തിന് എന്തെല്ലാം കൊടുത്താലും അതൊക്കെ ഏറ്റവും നല്ലത് കൊടുക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. Whether it is our time, whether it is our money, whether it is our energy, whatever we give to God, let us give the very best. നാം ദൈവത്തിന് വേണ്ടി സമയമാകട്ടെ, നമ്മുടെ ആരോഗ്യമാകട്ടെ, എന്തെല്ലാം കൊടുത്താലും അതെല്ലാം ഏറ്റവും നല്ലതായിരിക്കട്ടെ. When we give the best, God will honor us. നമ്മൾ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും. You know, I've heard a joke like this. ഞാൻ ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ട്. You know, people come and put money in the offering boxes of churches. സാധാരണയായി ആളുകൾ ചർച്ചില്
സ്തോത്ര കാഴ്ച ഇടാറുണ്ട്. And one pastor said to me like this, ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ you പറയുകയുണ്ടായി, know, in our church we find currency notes that even the RBI, Reserve Bank of India, will not receive, but they know there is a place where it can be received, that is church. റിസർവ് ബാങ്കിൽ പോലും സ്വീകരിക്കാത്തതായ പൈസ ചർച്ചിൽ സ്വീകരിക്കുമെന്ന്, ചർച്ചുകാർ എടുക്കുമെന്ന് ആളുകൾക്ക് അറിയാമെന്ന് ആ ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. So what is he trying to tell me? ആ ദൈവദാസൻ എന്താണ് എന്നോട് പറയാൻ ഉദ്ദേശിച്ചത്? Even the rejected notes which nobody wants, we give it to God. ആർക്കും ആവശ്യമില്ലാത്ത, ആരും എടുക്കാത്തതായിട്ടുള്ള പണം ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ദൈവത്തിനായി നൽകുന്നു. No, if you want the best, you got to give the best. നീ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുമ്പോൾ നീയും ഏറ്റവും നല്ലത് പ്രാപിക്കും. Give the best that you have in your pocket to God. നിങ്ങളുടെ പോക്കറ്റിലുള്ളത് ഏറ്റവും നല്ലത് ഏതാണോ അത് ദൈവത്തിന് നൽകുക. Let me say like this. ഞാൻ ഇങ്ങനെ പറയട്ടെ, God is not interested in what you are giving, but God is interested in what you are holding. നിങ്ങൾ നൽകുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. So you know the story of the widow who gave 2 dimes. രണ്ട് നാണയം ഭണ്ഡാരപ്പെട്ടിയിലിട്ട വിധവയെ നിങ്ങൾക്കറിയാമല്ലോ. You know, there were many rich people who were giving a lot, but it was out of their abundance. അവിടെ ധാരാളം ധനികരായ വ്യക്തികൾ ഉണ്ടായിരുന്നു, അവരൊക്കെയും അവരുടെ ഉള്ളതിൽ നിന്നാണ് ആലയത്തിലേക്ക് കൊടുത്തത്. But this lady gave everything she had, though it was very, very small. ഏറ്റവും ചെറുതായിരുന്നെങ്കിലും ഈ വിധവയായ സ്ത്രീ അവൾക്കുള്ള സകലത്തിൽ നിന്ന്, ഉള്ളതിൽ നിന്ന്, അവൾക്കുള്ള ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതെല്ലാം അവൾ കൊടുത്തു. She gave the best. ഏറ്റവും നല്ലത് കൊടുത്തു. So we got to give the best from what we have. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മയിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാം. So Manoah is teaching us we got to give the best to God. മനോഹ നമ്മെ പഠിപ്പിക്കുന്നത് നാം ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകണമെന്നാണ്. In the coming months, in the coming years, it's my prayer that when you will start giving the best to God, you will see the heavens being opened and showers of blessings in your life. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, വരുന്ന നാളുകളിൽ നിങ്ങൾ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുത്തു കഴിയുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ, ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയും. For God is nobody's debtor. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് നാം ഓർക്കണം. When he will give you pressed down, shaken together, running over. അതെ, നിങ്ങൾക്ക് ദൈവം നൽകുകയാണെങ്കിൽ അവിടുന്ന് അമർത്തി കുലുക്കി കവിയുന്ന അളവാണ് ദൈവം നൽകുന്നത്. Verse 19 says like this. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ So വായിക്കുന്നു, Manoah took young goat with the grain offering and offered it upon the rock to the Lord. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. He's making sacrifice to God. ഇവിടെ നാം കാണുന്നത് അവൻ യഹോവയ്ക്ക് യാഗം കഴിച്ചതായിട്ടാണ്. We need to be people who will make regular sacrifices to our living God. നാം നമ്മുടെ ജീവനുള്ള ദൈവത്തിന് നിരന്തരം യാഗം കഴിക്കുന്ന വ്യക്തികളായി തീരണം. So what are the sacrifices we got to make? നാം ഏത് തരത്തിലുള്ള യാഗമാണ് കഴിക്കേണ്ടത്? We got to make sacrifices of prayer on his altar. അവിടുത്തെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയാകുന്ന യാഗം കഴിക്കുന്നവരായി we got to make sacrifices of praise and worship at his altar. സ്തോത്രമാകുന്ന യാഗം കഴിക്കുന്നവരായി നാം തീരണം. We got to make the sacrifice of obedience at his altar. അനുസരണമാകുന്ന യാഗം കഴിക്കുവാൻ നാം തയ്യാറാകണം. We got to come into the presence of God and make these sacrifices. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും ഈ യാഗങ്ങളെ കഴിക്കുവാൻ നാം തയ്യാറാകണം. When we will make sacrifices from the depth of our heart, നാം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തിനുള്ള യാഗം അർപ്പിക്കുമ്പോൾ, you know what will happen? എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? Bible says like this. പുസ്തകം ഇങ്ങനെ പറയുന്നു, When Manoah took that young goat with the grain offering and offered it upon the rock to the Lord, God did a wondrous thing. മനോഹ കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്നൊരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചപ്പോൾ അവൻ അവിടെ ഒരു അതിശയം പ്രവർത്തിച്ചു. God did a wonderful thing. ദൈവം അവിടെ, യഹോവയാം ദൈവം അവിടെ ഒരു അതിശയം പ്രവർത്തിച്ചു. When was this wonderful thing done? എപ്പോഴാണ് ഈ വലിയ അത്ഭുതം സംഭവിച്ചത്? When the best was sacrificed on the altar of the living God. ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ഉത്തമമായത് യാഗമായി അർപ്പിച്ചപ്പോൾ. Are you understanding what I'm trying to tell you today? ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, Listen to me very carefully, my brother, my sister. എന്റെ പ്രിയ സഹോദര സഹോദരി, എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ I'm giving you a secret of blessing in your life. അനുഗ്രഹത്തിന്റെ ഒരു രഹസ്യം
സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, when you will make sacrifices in the presence of God, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കുമ്പോൾ, when you will start worshiping Him, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, when you will start praying to Him, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, when you will give Him praises and offerings, നിങ്ങൾ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ, what will happen? എന്താണ് The സംഭവിക്കുന്നത്? God of heaven will do a wonderful thing for you. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നു. When I was a young boy, ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ I learned a song in Hindi. ഞാനൊരു ഹിന്ദിയിലുള്ള ഒരു ഗാനം It പഠിച്ചിട്ടുണ്ട്. says like this. ആ പാട്ട് ഇങ്ങനെ പറയുന്നു: स्तुति आराधना ऊपर जाती है और आशीष नीचे आती है. സ്തുതിയും ആരാധനയും മുകളിലേക്ക് ഉയരുമ്പോൾ അനുഗ്രഹം താഴേക്ക് ഒഴുകി വരികയാണ്. प्रार्थना बिनती ऊपर जाती है और उत्तर लेकर नीचे आती है. പ്രാർത്ഥനയും അപേക്ഷയും മുകളിലേക്ക് ഉയരുമ്പോൾ അതിന്റെ ഉത്തരം താഴേക്ക് ഇറങ്ങി What വരികയാണ്. am I trying to tell you? ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ When ഉദ്ദേശിക്കുന്നത്? you will sacrifice those songs of praise and worship unto the Lord, നിങ്ങൾ ദൈവത്തിന് സ്തുതിയും ആരാധനയും സ്തോത്രയാഗമായി അർപ്പിക്കുമ്പോൾ, when you will sacrifice those prayers unto the presence of God, നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥനായാഗം കഴിക്കുമ്പോൾ, God of Manoha, മനോഹയുടെ ദൈവം He will do something wonderful in your life. നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായിട്ടുള്ളത്, ആശ്ചര്യകരമായിട്ടുള്ളത് യഹോവയാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ When you will give the best to the Lord, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും ഉത്തമമായത് നൽകുമ്പോൾ, God will do something in spiritual realm for you. അതേ ദൈവം ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്കായി അത്ഭുതങ്ങളെ ചെയ്യും. Do you want to see something wonderful in your life? നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായിട്ടുള്ളത് ചിലത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. Do you want to see impossible becoming possible? അസാധ്യമായത് സാധ്യമായി നിങ്ങൾക്ക് കാണണമോ? Do you want to see a growth in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച നിങ്ങൾക്ക് കാണണമോ? Do you want to see a good future? നിങ്ങൾക്ക് നല്ലൊരു ഭാവി നിങ്ങൾ കാണണം. Do you want to see a great destiny for your children? നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി നിങ്ങൾ കാണുവാൻ Do you want to see breakthrough in your business? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു വിടുതൽ, ഒരു വളർച്ച, നിങ്ങൾക്ക് ഒരു ഉയർച്ച നിങ്ങൾ Do ആഗ്രഹിക്കുന്നു. you want to see the mountains moving out of your life? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മുൻപിൽ തടസ്സമായി നിൽക്കുന്ന പർവ്വതങ്ങൾ മാറിപ്പോകുന്നത് നിങ്ങൾ കാണണമോ? Then like Manoha, let us be the people who will make the best sacrifices into the presence of God, and He will do something wonderful for you. മനോഹയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ഉത്തമമായത് നിങ്ങൾ ദൈവത്തിന് യാഗമായി അർപ്പിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയായി. My God is all sufficient. നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായ ദൈവമാണ്. He is ready to make impossible possible for you. നിങ്ങൾക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ അവിടുന്ന് സദാ സന്നദ്ധനാണ്. If He could do it for Manoha, He is faithful to do it for you today. മനോഹയ്ക്ക് വേണ്ടി അവിടുന്ന് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. It's my prayer today. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന ഇതാണ്. Lord, when my brother, when my sister, they make those sacrifices in your presence, let the heaven open and let them see wonderful things happening in their life. പ്രിയ സഹോദരൻ, എന്റെ പ്രിയ സഹോദരി, അവിടുത്തെ സന്നിധിയിൽ യാഗമർപ്പിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. Verse 21 says like this. അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ When വായിക്കും: the angel of the Lord appeared no more Manoha and his wife, then Manoha knew that he saw the angel of the Lord. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. Manoha understood one thing. മനോഹ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. It was no ordinary man who visited us. അവരെ സന്ദർശിച്ചത് ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. It was the angel of the Lord. ഇത് ദൈവത്തിന്റെ ദൂതനായിരുന്നു. Also, when he knew that it is God who has appeared to us. അവർക്ക് പ്രത്യക്ഷനായ ദൈവമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ, And so suddenly he becomes afraid. അവൻ ആശ്ചര്യപ്പെട്ടു പോയി. Suddenly fear comes into his life. അവന്റെ ഹൃദയത്തിലേക്ക് ഭയം കടന്നു വന്നു. He starts trembling. അവൻ ഭയന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. Verse 22 says like this. 22-ാം വാക്യം ഇങ്ങനെ Manoha said to his wife, മനോഹ തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: Oh, we shall surely die because we have seen God. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ പറഞ്ഞു. Manoha is fearing now. മനോഹ ഇപ്പോൾ ഭയപ്പെട്ടു പോകും. Manoha is fearing for death now. ഇപ്പോൾ മനോഹ മരണത്തെ ഭയപ്പെടുന്നു. And what is he saying? അവൻ എന്താണ് പറയുന്നത്? He's looking at his wife. അവൻ അവന്റെ ഭാര്യയെ നോക്കി. He's saying, we saw God. ഓ, നമ്മൾ ദൈവത്തെ കണ്ടുവല്ലോ. And if we have seen God, we are going to die. നാം ദൈവത്തെ കണ്ടുവെങ്കിൽ നാം മരിച്ചു പോകും. Oh,
he's in total fear. അവനിപ്പോൾ പൂർണ്ണ ഭയത്തിലാണ്. But I love this verse 23. എന്നാൽ 23-ാം വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. But his wife said to him, എന്നാൽ അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു, if the Lord had desired to kill us, he would not have accepted our burnt offerings. നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് മഹായാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയില്ലായിരുന്നു. Oh, I love this verse. ഈ വാക്യം എനിക്ക് ഏറെ ഇഷ്ടമാണ്. You know, Manoah's wife had the choice. മനോഹയുടെ ഭാര്യയ്ക്ക് അവൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. Either she could allow herself to be gripped in the fear of her husband, or she can believe in the promises of God. ഒന്നുകിൽ അവൾക്ക് തന്റെ ഭർത്താവായ മനോഹയുടെ ഭയത്തിൽ അവൾക്ക് വീഴാമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവൾക്ക് വിശ്വസിക്കാമായിരുന്നു. Manoah's wife could have said like this. മനോഹയുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞേക്കുമായിരുന്നു, yes Manoah, even I believe what you are saying. മനോഹ, നീ പറഞ്ഞത് തന്നെ ഞാനും വിശ്വസിക്കുന്നു. Oh, we are going to die. നാം മരിക്കുവാൻ പോകുകയാണ്. We saw God. Oh, we are going to die. നാം ദൈവത്തെ കണ്ടുവല്ലോ, അതുകൊണ്ട് നാം മരിച്ചു പോകും. They both could have been in fear. അവർ രണ്ടുപേരും ഭയപ്പെട്ടു പോകുമായിരുന്നു. But what is Manoah's wife doing? എന്നാൽ മനോഹയുടെ ഭാര്യ എന്താണ് ഇവിടെ ചെയ്യുന്നത്? She is speaking the words of faith. അവൾ ദൈവത്തിനുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാനിടയായി. She is speaking the purpose of God. അവൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ വിളിച്ചു പറയുവാനിടയായി. Probably she is looking at her husband and saying like this. അവൾ ഒരുപക്ഷേ അവളുടെ ഭർത്താവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. She is preaching to her husband. അവളുടെ ഭർത്താവിനോട് ഇങ്ങനെ പ്രസംഗിച്ചിരിക്കുക. And she is saying like this. ഇങ്ങനെ അവൾ പറഞ്ഞിരിക്കുക, if God had desired to kill us, ദൈവത്തിന് നമ്മെ കൊല്ലുവാൻ മനസ്സുണ്ടെങ്കിൽ, he would not have accepted our offering. അവിടുന്ന് നമ്മുടെ യാഗം സ്വീകരിക്കുകയില്ലായിരുന്നു. What is she saying? അവൾ എന്താണ് ഇവിടെ പറയുന്നത്? God did not come to kill us. ദൈവം വന്നിരിക്കുന്നത് നമ്മെ കൊല്ലുവാനല്ല, but he came to give us life. അവിടുന്ന് നമുക്ക് ജീവൻ നൽകുവാനാണ് വന്നിരിക്കുന്നത്. he came to give us blessings. നമുക്ക് അനുഗ്രഹത്തെ നൽകുവാനാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. he came us to give us, make us impossible possible. അവിടുന്ന് വന്നിരിക്കുന്നത്, അവിടുന്ന് നമ്മുടെ അടുത്തേക്ക് വന്നത് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുവാനാണ്. he came to turn our mourning into dancing. നമ്മുടെ വിലാപത്തെ അവിടുന്ന് നൃത്തമാക്കി തീർക്കുവാനാണ് അവിടുന്ന് വന്നത്. he came to take away our bondage. നമ്മുടെ അടിമത്തത്തെ, നമ്മുടെ ബന്ധനങ്ങളെ എടുത്തു കളയുവാനാണ് വന്നത്. he came to take away our curse and rejection and shame. നമ്മുടെ ശാപങ്ങളെ, നമ്മുടെ നിന്ദയെ, പരിഹാസത്തെ എടുത്തു മാറ്റുവാനാണ് അവിടുന്ന് വന്നത്. he did not come to kill us. അവിടുന്ന് നമ്മെ കൊല്ലുവാൻ വേണ്ടിയല്ല വന്നത്, but he came to give us life today. ഇന്ന് നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് വന്നത്. John chapter 10 verse 10 says, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം the enemy comes to steal, destroy and kill. ശത്രു വരുന്നത് അറുപ്പാനും മുടിപ്പാനുമാണ്. but my Jesus came എന്നാൽ എന്റെ യേശു കർത്താവ് to വരുന്നത് give you life and life in abundance. ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ്. yes my brother, അതേ എന്റെ പ്രിയ സഹോദരൻ, yes my sister, അതേ എന്റെ പ്രിയ സഹോദരി, you heard it right. നിങ്ങൾ ഇപ്പോൾ കേട്ടിരിക്കുന്നു, you heard it right. നിങ്ങൾ കേട്ടിരിക്കുന്നത് ശരിയാണ്. that Jesus came to give you life and life in abundance. അത് യേശു കർത്താവ് വന്നിരിക്കുന്ന ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ he നൽകുവാനും. did not come to kill you. അവിടുന്ന് നിങ്ങളെ കൊല്ലുവാൻ വേണ്ടിയല്ല he വന്നിരിക്കുന്നത്. did not come to let you continue in your bondage, in your slavery. നിങ്ങൾ അടിമത്തത്തിൽ തുടരുവാൻ വേണ്ടിയല്ല അവിടുന്ന് വന്നത്. but on the cross of Calvary, കാൽവരി ക്രൂശിൽ on 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പ് he made that ultimate sacrifice so that you will have life and life in abundance. അതുകൊണ്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കുകയും സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുകയും. today you might be in grip of fear like Manoah. മനോഹയെ പോലെ ഒരുപക്ഷെ നിങ്ങൾ ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന വ്യക്തി. oh, I'm going to die of this cancer. ഈ ക്യാൻസർ മുഖാന്തരം ഞാൻ മരിച്ചു പോകുമല്ലോ. I'm going to die out of this sickness that is there upon my body. എന്റെ ശരീരത്തിലുള്ള ഈ രോഗം മുഖാന്തരം ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. this financial problem is going to make me failure. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നെ പരാജയത്തിലേക്ക് നയിക്കുമല്ലോ. you might be in worries and you might be in tension and you might be in all kind of fear today. ഇന്ന് നിങ്ങൾ നിരാശയിൽ, വേദനയിൽ, പ്രയാസത്തിലൂടെ ആയിരിക്കാൻ കടന്നു പോകും. but I want to speak to your life today. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. the Bible says like this. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, Lord God has not given you a spirit of fear. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. greater is he that is in me than that is in the world. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. so don't worry. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. we have a God who will take away every fear out of our life. അതെ, നാം ഒരു കാര്യം തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലെ സകല ഭയത്തെയും നിരാശയും അവിടുന്ന് എടുത്തു മാറ്റുന്ന ദൈവമാണ്.
സത്യമാണ്. The devil might be coming and whispering in your ears and saying, no, you are going to die. ഒരുപക്ഷെ ശത്രുവായ പിശാച് നമ്മുടെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞേക്കാം, നീ മരിച്ചു പോകും. I'm preaching to you and I'm preaching to myself. അതെ, ഞാൻ നിങ്ങളോടും എന്നോടും തന്നെ സംസാരിക്കുകയാണ്. The devil might come and tell negative things. പിശാച് വന്നിട്ട് നമ്മളോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, But I know എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, my Jesus came യേശു കർത്താവ് വന്നത് so that I will have a life of abundance. അതേ ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ. He came so that I will have the goodness and mercy of God all my life. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ജീവനും സമൃദ്ധിയും എന്റെ ജീവിതത്തിൽ എപ്പോഴും Oh, ഉണ്ടായിരിക്കും. I love this. Manoah's wife said, he did not come to kill us, but he came to make that fulfillment of his promise. മനോഹയുടെ ഭാര്യ പറഞ്ഞ വാക്യം എനിക്കേറെ ഇഷ്ടമാണ്. അവൻ നമ്മെ കൊല്ലുവാൻ വേണ്ടിയല്ല വന്നത്, അവൻ നമ്മുടെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് വന്നത്. Jesus came to give you life and fulfillment of every promise of his. യേശു കർത്താവ് വന്നത് ജീവൻ നൽകുവാനും നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനുമായിട്ടാണ്. So today, my brother, my sister, cast away every fear from your life. അതുകൊണ്ട് പ്രിയ സഹോദരേ, സഹോദര, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭീരുത്വത്തെ, ഭയത്തെ എടുത്തു കളയുക. He holds your future. നമ്മുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നു. Because he lives, you can face tomorrow. അവിടുന്ന് നമ്മെ നയിക്കുന്നത് കൊണ്ട്, അവിടുന്ന് നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് നമുക്ക് നാളെയെ ശക്തമായി ധീരമായി നേരിടാം. Verse 24 says like this. അത് 24-ാം വാക്യത്തിൽ So the woman bore a son. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. Manoah's wife became pregnant and she bore a son. അതെ, മനോഹയുടെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു. Impossible became possible. അസാധ്യമെന്ന് ലോകം കരുതിയത് ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു. Now Manoah's wife has given birth to a beautiful boy. ഇപ്പോൾ ഇത് മനോഹയുടെ ഭാര്യ മനോഹരമായ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. And they named him Samson. അവരതിന് ആ കുഞ്ഞിന് ശിംശോൻ എന്ന് പേരിട്ടു. I want you to imagine with me. എന്നോടൊപ്പം നിങ്ങളും ഇതൊന്ന് ഭാവനയിൽ കാണുമോ? The mother is lying there and the boy is lying next to her. അതെ, മാതാവ് അവിടെ കിടക്കുമ്പോൾ മാതാവിന്റെ ഒപ്പം ആ കുഞ്ഞും കിടക്കുകയാണ്. The mother would have looked at the baby. ആ മാതാവ് ആ കുഞ്ഞിനെ നോക്കുമ്പോൾ And the baby would have looked at the mother. ആ കുഞ്ഞ് മാതാവിനെയും തിരിച്ചു നോക്കുന്നു. Probably they both would have smiled. അവര് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകും. And there would have been a lot of people who were standing there. അവിടെ ചുറ്റും ചിലപ്പോൾ ഒരുപക്ഷെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാകും. Maybe their relatives, their friends, and everybody was there. അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വലിയൊരു കൂട്ടം ആളുകൾ അവർക്ക് ചുറ്റും And കാണും. Manoah's wife would have said like this. അപ്പോൾ മനോഹയുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, One day I was rejected. ഒരിക്കൽ ഞാൻ നിന്ദിക്കപ്പെട്ടവളായിരുന്നു. One day I was in shame. ഒരിക്കൽ ഞാൻ എല്ലാവരാലും ലജ്ജിതയായിരുന്നു. One day I was declared good for nothing. ഞാൻ ഒന്നിനും കൊള്ളാത്തവളെന്ന് ഒരിക്കൽ ഞാൻ പേര് കേട്ടിരുന്നു. People never allowed me to be part of the celebration. ആളുകൾ ആഘോഷങ്ങളുടെ ഭാഗമായി എന്നെ കണ്ടിരുന്നില്ല. I did not have any fruit in my life. എന്റെ ജീവിതത്തിൽ യാതൊരു ഫലവുമില്ലായിരുന്നു. But then God answered my prayer. എന്നാൽ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയപ്പോൾ, Here is the answer to my prayer. അതെ, ഇതാകുന്നു എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. God took away my shame. ദൈവം എന്റെ ലജ്ജയെ എടുത്തു മാറ്റി. God took away my barrenness. അവിടുന്ന് എന്റെ വന്ധ്യത എടുത്തു മാറ്റി. And God not only did it for me, but because of my prayer, she would have looked at everybody and said, because of me, it's not only for me, but every one of you are going to be delivered from the bondage because of my prayer. ഒരുപക്ഷെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു കാണും, എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അടിമത്തത്തെ എടുത്തു മാറ്റുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. Oh, my God has heard my prayer. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. And because of the answer of my prayer, എന്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തിന്റെ ഫലമായി it's not only me who's blessed, ഞാൻ മാത്രമല്ല but അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. every one of the Israel is blessed because of my prayer. എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇസ്രായേൽ ജനം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു. Here is a boy. ഇതാ ഇവിടെ ഈ കുഞ്ഞ്. He is going to be the deliverer of Israel. ഇവൻ ഇസ്രായേലിന്റെ വിമോചകനായി തീരും. One day you rejected me. ഒരിക്കൽ നിങ്ങൾ എന്നെ പരിത്യജിച്ചു കളഞ്ഞു. One day you dishonored me. ഒരിക്കൽ നിങ്ങൾ എന്നെ നിന്ദിച്ചു കളഞ്ഞു. But my God did not leave me. എന്റെ ദൈവം എന്നാൽ എന്നെ ഉപേക്ഷിച്ചു My കളഞ്ഞില്ല. God did not forsake me. എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. And he answered my prayer. അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. Today I want to tell you, my brother. എന്റെ സഹോദര, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം. My sister, I want to tell you. എന്റെ സഹോദരി, ഞാൻ നിന്നോട് പറയാം. No matter what situation you are in, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടി പോകുന്നു, but at the right time, my God will answer your prayer.
തക്ക സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകും. And the answer to your prayer will not just bring deliverance into your life, but God will make your prayer as a channel of blessing for many. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മാത്രമല്ല ഉത്തരം നൽകുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾ ഒരു അനുഗ്രഹത്തിന്റെ ചാലകമായി തീരുവാൻ ദൈവം ഇടയാക്കും. See what the prayer did. എന്താണ് ഏത് പ്രാർത്ഥനയാണ് അവൾ ചെയ്യുന്നത്? The lady who was in shame is now being honored. അതെ, നിന്ദിതയായിട്ടുള്ള ലജ്ജിതയായിട്ടുള്ള ഒരുവൾ ഇപ്പോൾ ഇതാ മാനിക്കപ്പെട്ടിരിക്കുന്നു. And then it says the child grew. അവിടെ നാം പിന്നെ കാണുന്നത് ഈ പൈതൽ വളർന്നു. And the Lord blessed him. ദൈവം അവനെ അനുഗ്രഹിച്ചു. God blessed the blessing of Manoah and his wife. മനോഹയുടെയും ഭാര്യയുടെയും അനുഗ്രഹമായി തീർന്ന ആ കുഞ്ഞിനെ, ആ പൈതലിനെ ദൈവം അനുഗ്രഹിച്ചു. Let us pray that God will bless every blessing that we have in our life. നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ മുഴുവനും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. Whether it is our business, whether it is our family life, whether it is our children, we got to pray every day that God bless everything that I have. നമ്മുടെ കുടുംബജീവിതമാകട്ടെ, ബിസിനസ് ആകട്ടെ, മക്കളാകട്ടെ, നമുക്കുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. Verse 25. അതിന്റെ 25-ാം വാക്യം. And the Spirit of the Lord began to move upon Samson. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. He became one man army. അവനൊരു ഒറ്റയാൾ പട്ടാളമായി തീർന്നു. Listen to me very carefully. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ Samson became one man army. ശിംശോൻ ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു. He defeated the Philistines and brought Israel out of slavery. അവൻ ഫെലിസ്ത്യരെ തോൽപ്പിക്കുകയും അവരിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ജയം വരുത്തുകയും ചെയ്തു. How did this happen? ഇതെങ്ങനെ സംഭവിച്ചു? Because the Spirit of the Lord moved upon him. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഉദ്യമിപ്പിച്ചത് കൊണ്ട്. Let us pray that the Spirit of God will move upon our life. നാമും പ്രാർത്ഥിക്കാമോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കുവാനായി. When the Spirit of God will move upon our life, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു തുടങ്ങുമ്പോൾ we will become one man army. നാം ഒരു ഒറ്റയാൾ പട്ടാളമായി തീരും. It's not by might, it's not by power, but by the Spirit of the living God. നമ്മുടെ ശക്തിയാലേ അല്ല, കഴിവുകൊണ്ട് അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. Everything is possible എല്ലാം സാധ്യമാണ്. when the Spirit of God will move upon us. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ചലിച്ചു തുടങ്ങും. Would you pray, Lord, I need your Spirit to move upon my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് ചലിച്ചു തുടങ്ങട്ടെ എന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? Some of you listening to me, God wants you to become one man army. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒറ്റയാൾ പട്ടാളമായി വിളിച്ചിരിക്കുന്നു. You may have nothing today. ഒരുപക്ഷെ നിങ്ങളുടെ പക്കൽ ഒന്നുമില്ലായിരിക്കും. You may not have friends. നിങ്ങൾക്കൊരു സുഹൃത്തുക്കൾ കാണുകയില്ല. You may not have any resources. നിങ്ങളുടെ പക്കൽ ഒരു തരത്തിലുള്ള വിഭവങ്ങൾ നിങ്ങളുടെ പക്കൽ കാണുകയില്ല. നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. If you have God. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ, I said if you have God, നിങ്ങൾക്ക് ദൈവമുണ്ടെങ്കിൽ, you will become one man army. നിങ്ങൾ ഒരു ഒറ്റയാൾ പട്ടാളമായി തീരും. Samson had no weapon. ശിംശോന്റെ പക്കൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. He did not need any friend. അവന് ഒരു സുഹൃത്തിനെ ആവശ്യമായിരുന്നു. All he had was the power of God, the hand of God upon him. അവന്റെ ജീവിതത്തിൽ അവന്റെ മേൽ ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവായിരുന്നു ആവശ്യമുള്ളത്. He became one man army and he killed thousands just by being himself. അവൻ ഒറ്റയാൾ പട്ടാളമായി നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ഫെലിസ്ത്യരെ അവന് കൊന്നൊടുക്കുവാനിടയായി. Today, ഇന്ന് God is saying, ദൈവം നിങ്ങളോട് പറയുന്നു, I will make you one man army. ഞാൻ നിന്നെ ഒരു ഒറ്റയാൾ പട്ടാളമായി തീർക്കും. To destroy and devour the plans and the purpose of the darkness from your life and from everything you do. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും അന്ധകാര ശക്തികൾ പ്രവർത്തിക്കാതെ ഇരിക്കേണ്ടതിന് അവയുടെ മേൽ ജയം നേടുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു ഒറ്റയാൾ പട്ടാളമായി ഞാൻ നിന്നെ മാറ്റും. Be a Samson. നിങ്ങളൊരു ശിംശോനായി തീരുമോ? Let the Spirit of God move upon you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങട്ടെ. I'm going to close right now. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ പോകും. I want to encourage you to give the very best to God. ദൈവത്തിനായിട്ട് ഏറ്റവും ഉത്തമമായി നൽകുക. Sacrifice the best and you will see wonderful things happening. നിങ്ങൾ ദൈവത്തിന് ഏറ്റവും നല്ലത് യാഗമായി അർപ്പിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങളെ കാണുവാൻ കഴിയും. Let no fear enter your life. നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിന്
പ്രവേശനമില്ലാതിരിക്കട്ടെ. There is a purpose of God in your life. ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. And He will fulfill it. അവിടുന്ന് അത് പൂർണ്ണതയിലെത്തിക്കും, And നിവർത്തീകരിക്കും. He will turn your shame into honor. നിങ്ങളുടെ ലജ്ജയെ മാറ്റി നിങ്ങളെ മാനിക്കും. Will make you a channel of blessing. നിങ്ങൾ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ചാലകമായി തീരും. And God wants you to be one-man army. നിങ്ങൾ ഒരു ഒറ്റയാൾ പട്ടാളമായി ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. As I close, let me say this again. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇത് പറയട്ടെ. It's not by might, it's not by power, but it's by the Spirit of the living God. ഇത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ Father സംഭവിക്കും. God, I pray for my brothers and sisters. പിതാവേ, എന്റെ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Bless them. അവരെ അനുഗ്രഹിക്കണമേ. Bless their family. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. Bless their future. അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ. Bless everything that they do, God. അവർ ചെയ്യുന്ന സകലത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണം. As they bring sacrifices of thanksgiving and worship to you, Lord. അവിടുത്തെ ആരാധിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ I pray that the heavens will open and they will see wonderful things happening. സ്വർഗം അവർക്ക് വേണ്ടി തുറക്കുകയും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യട്ടെ. And with the power of God, ദൈവത്തിന്റെ ശക്തിയാൽ let them become one-man army to destroy every plan and purpose of the devil from their life. ശത്രുവിന്റെ സകല പദ്ധതികളെയും തകർക്കുവാൻ കഴിയുന്ന ഒരു ഒറ്റയാൾ പട്ടാളമായി അവർ തീരട്ടെ. In Jesus' name. യേശുവിൻ നാമത്തിൽ Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. We love you. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. Do continue to pray for us. ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. We are praying for you. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. God bless you. Have a blessed week. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഒരാഴ്ച നിങ്ങൾക്ക് നേരുന്നു.